ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. കോൾ ബൈ വാല്യൂ റിസൾട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കോൾ ബൈ വാല്യൂവിൽ എന്തായിരുന്നു, ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ ഒരു കോപ്പി ആയിരിക്കും നമ്മൾ ഫോമൽ പാരാമീറ്റേഴ്സിലേക്ക് പാസ് ചെയ്യുന്നത്. ഫോമൽ പാരാമീറ്റേഴ്സിൽ എന്ത് ചേഞ്ചസ് വരുത്തിയാലും ആ കോപ്പിയിലെ മാറ്റം വരത്തുള്ളൂ. ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ അതിൻ്റെ വാല്യൂവിന് മാറ്റം വരില്ല. കോൾ ബൈ റെഫറൻസ് ആയിരുന്നെങ്കിൽ എങ്ങനെയാണ്, ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഏത് ലൊക്കേഷനിലാണോ ഇരിക്കുന്നത് ആ അഡ്രസ്സ് ആയിരിക്കും ഫോമലിലേക്ക് പാസ് ചെയ്യുന്നത്. സോ ഫോമലിൽ എന്ത് നമ്മൾ ചേഞ്ചസ് വരുത്തിയാലും ആ അഡ്രസ്സില്ലേ, അപ്പോൾ ആ ലൊക്കേഷനിലായത് പോയിൻ്റ് സെയിം ആയതുകൊണ്ട് ആക്ച്വലിലും വ്യത്യാസം വരും. ഇനി കോൾ ബൈ വാല്യൂ റിസൾട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. കോൾ ബൈ വാല്യൂ റിസൾട്ട് എന്താ ചെയ്യുക, ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ ഒരു കോപ്പി ഫോമലിലേക്ക് നമ്മൾ പാസ് ചെയ്യും. ഫോമലിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ വാല്യൂ തിരിച്ച് ആക്ച്വലിലേക്ക് കോപ്പി ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ബോത്ത് ഡയറക്ഷൻസിലായിരിക്കും കോപ്പി നടക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് കോൾ ബൈ വാല്യൂ നമ്മൾ ചെയ്യുമ്പം 2 എന്ന് പറയുന്നത് 2 വട്ടം പ്രിൻ്റ് ആവും. കോൾ ബൈ റെഫറൻസ് ആയപ്പോൾ 3 എന്ന് പറയുന്ന വാല്യൂ 2 വട്ടം പ്രിൻ്റായി. ഇനി കോൾ ബൈ വാല്യൂ റിസൾട്ടിൽ എന്താ ചെയ്യുക, നിങ്ങളൊന്ന് പറഞ്ഞേ. ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ ഫോമൽ പാരാമീറ്റേഴ്സിലോട്ട് ആദ്യം കോപ്പി ചെയ്യും. സോ ഇവിടുത്തെ ആക്ച്വൽ പാരാമീറ്റർ ഏതാ 2, അതിങ്ങോട്ട് പാസ് ചെയ്യും. ആക്ച്വൽ പാരാമീറ്ററിനെ ഫോമലിലോട്ട് പാസ് ചെയ്യും. അപ്പോൾ 2നെ ഇങ്ങോട്ട് പാസ് ചെയ്യും. എന്നിട്ട് പ്രിൻ്റ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് വാല്യൂ ഇപ്പോൾ വൈക്ക് വന്നേക്കുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ പ്രിൻ്റ് എക്സ് എന്ന് പറയുമ്പോൾ ഈ എക്സ് തന്നെയാണ് ഈ വൈയിലോട്ട് പോയേക്കുന്നത്. ഇവിടുത്തെ ആക്ച്വൽ പാരാമീറ്ററായ എക്സ് ആണ് ഇങ്ങോട്ട് വൈയിലോട്ട് പാസ് ചെയ്ത് വിട്ടത്. അതിൻ്റെ വാല്യൂ എന്താണ് 2. അപ്പോൾ ആദ്യം 2 പ്രിൻ്റ് ആവും. ഇനി തിരിച്ച് അടുത്ത എന്താണ്, ആക്ച്വലി ഇന്ന് ഫോമലിലോട്ട് പോകും. നേരെ അടുത്തത് ഫോമലിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ വാല്യൂ ആയിരിക്കും തിരിച്ച് ആക്ച്വലിലേക്ക് പാസ് ചെയ്യുന്നത്. ഇവിടെ ഏതാണ് കറക്റ്റ് വാല്യൂ, ഇതിൻ്റെ വാല്യൂ ഏതായിരുന്നു 3 ആയിരുന്നു, അത് ഇങ്ങോട്ട് പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ പ്രിൻ്റ് എക്സ് എന്ന് പറയുമ്പോൾ 3 പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കോൾ ബൈ വാല്യൂ റിസൾട്ടിൽ ആദ്യം 2 പ്രിൻ്റ് ചെയ്യും, ദെൻ 3 പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ പഠിച്ച് വെച്ചേക്കണം. 9 മാർക്സിനോ 10 മാർക്സിനോ ചോദിക്കുവാണെങ്കിൽ വിത്ത് എക്സാമ്പിൾ വേണം നിങ്ങളിത് പറയാനായിട്ട്. ഓക്കെ, അതാണ് ഈ പറഞ്ഞേക്കുന്നത് കോൾ ബൈ വാല്യൂ റിസൾട്ടിൽ എങ്ങനെയാണെന്നുള്ളത്. ആദ്യം ആക്ച്വൽ പാരാമീറ്ററായ 2 ഫോമൽ പാരാമീറ്ററിലോട്ട് പോകും. എന്നിട്ട് അവിടെ പ്രിൻ്റ് എക്സ് എന്ന് പറയുമ്പോൾ 2 പ്രിൻ്റ് ചെയ്യും. ദെൻ ഫോമൽ പാരാമീറ്ററിലുള്ള വാല്യൂ ആയ 3 ആക്ച്വലിലോട്ട് പാസ് ചെയ്യും. അപ്പം 3 പ്രിൻ്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അടുത്തയാണ് കോൾ ബൈ നെയിം. ഇപ്പോൾ നമ്മൾ കോൾ ബൈ വാല്യൂ പറഞ്ഞു, കോൾ ബൈ റെഫറൻസ് പറഞ്ഞു, കോൾ ബൈ വാല്യൂ റിസൾട്ട് പറഞ്ഞു. അടുത്തയാണ് കോൾ ബൈ നെയിം. ശ്രദ്ധിക്കുക, കോൾ ബൈ നെയിമും കോൾ ബൈ റെഫറൻസും സെയിം തന്നെയാണ്. കോൾ ബൈ നെയിമും കോൾ ബൈ റെഫറൻസും സെയിം തന്നെയാണ്. നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്നത് ഒരു എക്സ്പ്രഷനോ ഒരു അറയോ ഒക്കെ ആണ് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോൾ ബൈ നെയിം. അപ്പോൾ സാധാ രീതിയിൽ ഇപ്പോൾ സാധാ വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ, സ്കേലാർ വാല്യൂസ് ആണ് നമ്മൾ വേരിയബിൾസ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ, ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് പാസ് ചെയ്യുന്നെങ്കിൽ കോൾ ബൈ നെയിമും കോൾ ബൈ റെഫറൻസും ഒരേപോലെ തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. കോൾ ബൈ റെഫറൻസ് പോലെ തന്നെ വർക്ക് ചെയ്യും. നേരെ മറിച്ച് നമ്മൾ പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്നത് അറയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എക്സ്പ്രഷനോ ആണ് എങ്കിൽ ഓരോ വട്ടം നമ്മൾ ഫോമൽ പാരാമീറ്റർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും ഈ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ ആർഗ്യുമെൻറ്റ്സിനെ അല്ലെങ്കിൽ ആ വാല്യൂസിന് എന്ത് ചെയ്യും, അത് റീവാലുവേറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് ആക്ച്വലി സ്കേലാർ വേരിയബിൾ ഇറ്റ് ഈസ് പാസ് ബൈ റെഫറൻസ്. സ്കേലാർ വേരിയബിൾ ആണെങ്കിൽ പാസ് ബൈ റെഫറൻസ് അല്ലെങ്കിൽ കോൾ ബൈ റെഫറൻസ് പോലെ തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇഫ് ആക്ച്വൽ ഈസ് ആൻ എക്സ്പ്രഷൻ ഓർ അറേ, നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് അറയോ അല്ലെങ്കിൽ എക്സ്പ്രഷനോ ആണെങ്കിൽ ദെൻ ആക്ച്വൽ പാരാമീറ്റർ റീ ഇവാലുവേറ്റ് ഈച്ച് ആക്സസ്. ഓരോ വട്ടം ആക്സസ് ചെയ്യുമ്പോഴും ആ പാരാമീറ്റർ എന്ത് ചെയ്യും, റീ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. ഇവിടെ നമ്മൾ കോൾ ബൈ വാല്യൂയും കോൾ ബൈ റെഫറൻസും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബിഗിൻ എഴുതിയിട്ടുണ്ട്. ഒരു n എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വേരിയബിൾ, ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട് പ്രൊസീജിയർ p. അവിടെ k എന്ന് പറയുന്നത് ഫോമൽ പാരാമീറ്റർ. ദെൻ ബിഗിൻ പ്രിൻറ്റ് k n = n+1, വീണ്ടും പ്രിൻറ്റ് k എൻഡ്, വീണ്ടും എൻ്റെ വാല്യൂ 0 ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. p of n+10. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഇതാണ് മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. കണ്ടോ, പി ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ ചെയ്തേക്കുന്നു. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഇതിൻ്റെ കൺട്രോൾ പോകും. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നായിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരും. അപ്പോൾ എൻ്റെ വാല്യൂ 0. p of n+10 എന്ന് പറയുമ്പം 0 + 10 10, p of 10.
അപ്പം എങ്ങോട്ട് പോകും? കൺട്രോൾ ചെയ്ത് ഇങ്ങോട്ട് പോകും. അപ്പം ഇവിടെ എന്നിൻ്റെ വാല്യൂ 10 ഇങ്ങോട്ട് പോകുമ്പോൾ കെയുടെ വാല്യൂ ഇവിടെ എന്തായിട്ട് കിട്ടും? 10 ആയിട്ട് കിട്ടും. പ്രിൻറ്റ് കെ എന്ന് പറയുമ്പം എന്ത് പ്രിൻറ്റ് ചെയ്യും? കെയുടെ വാല്യൂ 10 എന്ന് പ്രിൻറ്റ് ചെയ്യും. നമ്മൾ കോൾ ബൈ വാല്യൂ ആണേ പറയുന്നത്. കോൾ ബൈ വാല്യൂവിൽ ജസ്റ്റ് കോപ്പി ആയിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ 10 എന്ന് കിട്ടി. എന്നിൻ്റെ വാല്യൂ ആ n കെയിലോട്ട് പാസ് ചെയ്യുന്നു. പ്രിൻറ്റ് കെ എന്ന് പറയുമ്പോൾ കെയുടെ വാല്യൂ 10 പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ 10 പ്രിൻറ്റ് ചെയ്തത്. ദെൻ വീണ്ടും n = n+1. അപ്പോൾ എന്നിൻ്റെ വാല്യൂ കൂടുന്നു. അത് ആയിക്കോട്ടെ, കൂട്ടിക്കോട്ടെ. പക്ഷെ നിങ്ങൾക്കറിയാം കോൾ ബൈ വാല്യൂവിൽ എന്ത് മാറ്റം വരുത്തിയാലും അത് ആക്ച്വലിനെ ബാധിക്കുമോ? ബാധിക്കത്തില്ല. വീണ്ടും പ്രിൻറ്റ് ഓഫ് കെ എന്ന് കൊടുത്താൽ കെയുടെ വാല്യൂ എന്തേ കിട്ടത്തുള്ളൂ? 10 കിട്ടത്തുള്ളൂ. കാര്യം എന്താ? കോൾ ബൈ വാല്യൂവിൽ ഫോർമൽ പാരാമീറ്റേഴ്സിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയ മാറ്റങ്ങൾ ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ ബാധിക്കത്തില്ല. അവിടെ എന്തായിരുന്നോ കടന്നത് അത് തന്നെ പ്രിൻറ്റ് ചെയ്ത് വരത്തുള്ളൂ വീണ്ടും. ഓക്കെ, ഇനി നേരെ മറിച്ച് നമ്മളിവിടെ കോൾ ബൈ കോൾ ബൈ നെയിം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, കോൾ ബൈ നെയിം ആണെങ്കിൽ ഉള്ള വ്യത്യാസം നോക്കാം. ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 10. അപ്പോൾ കൺട്രോൾ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ കെയുടെ വാല്യൂവും 10. അപ്പോൾ പ്രിൻറ്റ് കെ എന്ന് പറയുമ്പോൾ ഇവിടെ 10 പ്രിൻ്റ് ആവുന്നു. ഓക്കെ, ഫസ്റ്റ് കേസിൽ ഇവിടെ 10 പ്രിൻ്റ് ആവുന്നു. ദെൻ നമുക്കറിയാം നമ്മൾ ഏതാ യൂസ് ചെയ്യുന്ന കോൾ ബൈ നെയിം ആണ്. നെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ വട്ടവും ഫോർമൽ ആർഗ്യുമെൻ്റ് എടുക്കുമ്പോൾ ഓരോ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിനും നമ്മൾ എന്ത് ചെയ്യും? റീവാലുവേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ സ്റ്റെപ്പ് വരുമ്പം n = n+1 വരുമ്പോൾ നേരത്തെ എന്നിൻ്റെ വാല്യൂ എത്ര? എൻ്റെ വാല്യൂല്ലേ കെയിലോട്ട് കോപ്പി ചെയ്തേക്കുന്നത് 10 + 1 11. ദെൻ പ്രിൻറ്റ് കെ എന്ന് പറയുമ്പോൾ 11 ആയിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. കണ്ടോ? കോൾ ബൈ വാല്യൂ ആയപ്പോൾ 2ഉം 10, കോൾ ബൈ നെയിം ആയപ്പോൾ 10ഉം 11. അപ്പോൾ കോൾ ബൈ നെയിം യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വട്ടവും റീവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ മാറും. കോൾ ബൈ വാല്യൂ ആണെങ്കിൽ ഫോമിൽ വരുന്ന മാറ്റങ്ങളൊന്നും ആക്ച്വലിനെ ബാധിക്കത്തില്ല. അവിടെ സെയിം ആയിട്ട് തന്നെ പോകും. കോൾ ബൈ നെയിം ആയപ്പോഴത്തേക്കിനും റീവാലുവേറ്റ് ചെയ്യും. അപ്പം 10 എന്നുള്ള വാല്യൂ എന്തായിട്ട് മാറി? 11 ആയിട്ട് മാറി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഏതൊക്കെ പാരാമീറ്റർ പാസിംഗ് മോഡ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഓൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ചൂസ് വിച്ച് ഓൾ പാരാമീറ്റർ പാസിംഗ് മോഡ്സ്. നമുക്ക് ഒത്തിരി പാരാമീറ്റർ പാസിംഗ് മോഡ് ഇപ്പോൾ പഠിച്ചു. കോൾ ബൈ വാല്യൂ പഠിച്ചു, കോൾ ബൈ റെഫറൻസ് പഠിച്ചു, കോൾ ബൈ നെയിം പഠിച്ചു, കോൾ ബൈ വാല്യൂ റിസൾട്ട് പഠിച്ചു അല്ലേ. അപ്പോൾ ഇത് ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഇതിലേതൊക്കെ ചൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻ പാസ്കൽ പാരാമീറ്റേഴ്സ് ആർ പാസ്ഡ് ബൈ വാല്യൂ ബൈ ഡിഫോൾട്ട്. പാസ്കൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡിഫോൾട്ടായിട്ട് പാരാമീറ്റർ പാസ് ചെയ്യുന്നത് കോൾ ബൈ വാല്യൂ വെച്ചിട്ടായിരിക്കും. ഇനി പാസ്കലിൽ തന്നെ നമുക്കിപ്പം റെഫറൻസ് യൂസ് ചെയ്യണം എന്ന് വെച്ചോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന സബ് റൂട്ടീൻ്റെ ഹെഡറിൻ്റെ പ്രൊസീഡ് ചെയ്ത് VAR എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കോൾ ബൈ റെഫറൻസ് യൂസ് ചെയ്യാം. പാസ്കലിൽ ഡീഫോൾട്ടായിട്ട് കോൾ ബൈ വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പാസ്കലിൽ സബ് റൂട്ടീൻ എഴുതുന്ന സമയത്ത്, ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആ ഡെഫിനിഷൻ്റെ ഫ്രണ്ടിലായിട്ട്, അതിൻ്റെ ഹെഡറിൻ്റെ ഫ്രണ്ടിലായിട്ട് VAR എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട് എങ്കിൽ നമുക്കവിടെ എന്ത് യൂസ് ചെയ്യാം? പാസ് ബൈ റെഫറൻസ് അല്ലെങ്കിൽ കോൾ ബൈ റെഫറൻസ് യൂസ് ചെയ്യാൻ പറ്റും. സിയിൽ പാരാമീറ്റേഴ്സും കോമൺലി കോൾ ബൈ വാല്യൂ ആണ്. സിയിലും കോൾ ബൈ വാല്യൂ ആണ്. പക്ഷേ അവിടെ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് അറയോ പോയിൻറ്റേഴ്സോ ഒക്കെ ആണ് എങ്കിൽ കോൾ ബൈ റെഫറൻസ് യൂസ് ചെയ്യണം. എവിടെ ആയാലും അറേസും എക്സ്പ്രഷൻസ് പോയിൻറ്റേഴ്സൊക്കെ വരുവാണെങ്കിൽ ഏതാണ്? നമുക്കറിയാം പോയിൻറ്റേഴ്സൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം എപ്പോഴും നമ്മൾ റെഫറൻസ് ഇട്ടാണല്ലേ. പോയിൻറ്റേഴ്സിന് തന്നെ എന്താണ്? അഡ്രസ്സാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? റെഫറൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇപ്പം ഇഫ് എ കോളർ ഫംഗ്ഷൻ വാണ്ട്സ് ടു മോഡിഫൈ വേരിയബിൾ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷന് ഒരു കോളർ ഫംഗ്ഷനുണ്ട്. ആ ഫംഗ്ഷൻ ഒരു വേരിയബിളിനെ മോഡിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് മോഡിഫൈ എന്ന് വെച്ചാൽ എന്താ? ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? റെഫറൻസ് യൂസ് ചെയ്യാൻ പറ്റും. കാര്യം കോൾ ബൈ വാല്യൂവിൽ നമുക്ക് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും ഇല്ല, അവിടെ കോപ്പിയിലാണ് വ്യത്യാസം വരുന്നത്. സോ അങ്ങനെ ഒരു ഫംഗ്ഷന് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ എന്തേ യൂസ് ചെയ്യാൻ പറ്റൂ? റെഫറൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പഠിച്ചു വെച്ചേക്കുക, പാസ്കലിൽ കോൾ ബൈ വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അവിടെ റെഫറൻസ് യൂസ് ചെയ്യണമെങ്കിൽ VAR എന്ന് പറയുന്നൊരു കീവേഡ് സബ് റൂട്ടിൻ്റെ ഹെഡറിൻ്റെ മുമ്പിലായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, സിയിലും പാരാമീറ്റേഴ്സ് കോൾ ബൈ വാല്യൂ ആണ്. പക്ഷേ പോയിൻറ്റേഴ്സും അതുപോലെ തന്നെ അറേസും ഒക്കെ വരുവാണെങ്കിൽ റെഫറൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഇത്രയാണ് നമ്മൾ കോൾ ബൈ വാല്യൂവിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കോൾ ബൈ റെഫറൻസ് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്.
കോൾ ബൈ റെഫറൻസ് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. ഫോർട്രാൻ പാസസ് ഓൾ പാരാമീറ്റേഴ്സ് ബൈ റെഫറൻസ്. അപ്പം നമ്മൾ കോൾ ബൈ വാല്യൂ ഏതൊക്കെയാണ് പഠിച്ചത്? പാസ്കലും സിയും. ഇനി പാസ് ബൈ റെഫറൻസ് ഫോളോ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വരുന്നതാണ് ഫോർട്രാൻ. ഏതാണ്? ഫോർട്രാനിലെ എല്ലാ പാരാമീറ്റേഴ്സിനെയും കോൾ ബൈ റെഫറൻസിലാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. If a built-in expression appears in an argument list, the compiler creates a temporary variable to hold the value and passes this variable by reference. A Fortran subroutine that needs to modify the values of its formal parameters without modifying its actual parameters must copy the value into local variables and modify those instead. Okay. നമുക്കറിയാം കോൾ ബൈ റെഫറൻസിൽ എന്താ ചെയ്യാം? ഫോർമൽ പാരാമീറ്റേഴ്സിൽ വരുന്ന മാറ്റങ്ങളെല്ലാം എന്തിലും ചേഞ്ച് ആവും? ആക്ച്വലിലും വരും. അപ്പം ഇപ്പം നമ്മൾ ഫോർട്രാനിലൊരു എക്സ്പ്രഷൻ വരുക, ആർഗ്യുമെൻറ്റ്സിനകത്ത് നമ്മളൊരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ നമ്മൾ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നൊരു എക്സ്പ്രഷൻ ആണ് എങ്കിൽ അവിടെ എന്താ ചെയ്യുക? അവിടെ ഒരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വേരിയബിളിലോട്ട് അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിലോട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എടുത്ത് വെക്കുന്നത്. എന്നിട്ട് അതിലായിരിക്കും നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത്. ഓക്കെ. ഇപ്പോൾ ഫോർട്രാനകത്ത് ഇപ്പോൾ ഫോർട്രാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മളൊരു സബ് റൂട്ടീൻ എഴുതി. ആ സബ് റൂട്ടീനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഫോർമൽ പാരാമീറ്ററിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം വിത്തൗട്ട് എഫക്റ്റിംഗ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ആക്ച്വൽ പാരാമീറ്റേഴ്സിന് മാറ്റം വരുത്താതെ ഫോർമൽ പാരാമീറ്റേഴ്സിനെ ഒരു മാറ്റം വരുത്തണമെന്ന് നമുക്കുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഫോർമൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസിനെ ജസ്റ്റ് ഒരു ലോക്കൽ വേരിയബിളിലോട്ട് അതിൻ്റെ കോപ്പി എടുത്ത് വെക്കും. എന്നിട്ട് ആ കോപ്പിയിൽ നമ്മൾ വ്യത്യാസം വരുത്തും. അപ്പോൾ എന്ത് ചെയ്യും? ഫോർമൽ പാരാമീറ്റേഴ്സിൽ മാറ്റം വരികയും ചെയ്തു, എന്നാൽ അതെന്തിനെ എഫക്റ്റ് ചെയ്തില്ല? ആക്ച്വലിനെ എഫക്റ്റ് ചെയ്യാതെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ഓർത്താൽ മതി. ഫോർട്രാൻ കോൾ ബൈ റെഫറൻസ് ആണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് ഫോർമൽ പാരാമീറ്റേഴ്സിനെ മാറ്റണം വിത്തൗട്ട് എഫക്റ്റിംഗ് ആക്ച്വൽ ആണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വേറൊരു ലോക്കൽ വേരിയബിളിൽ വെക്കുക. എന്നിട്ട് അതിനകത്ത് ചേഞ്ചസ് വരുത്തുക. അപ്പം നമുക്ക് ആക്ച്വലിനെ മാറ്റാതെ ഫോർമലിൽ മാറ്റം വരുത്താനായിട്ട് പറ്റും. ഓക്കെ. ദെൻ അടുത്തയാണ് കോൾ ബൈ ഷെയറിങ്. Java use call by value for variables of built-in type and call by sharing for variables for user-defined types, all of which are references. Java പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ built-in വാല്യൂസ് ആണ്. ബിൽറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സാധാ അറേയും സ്ട്രക്ചറൊന്നും അല്ലാത്ത സാധാ വാല്യൂസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കോൾ ബൈ വാല്യൂ, അതല്ല യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആയ സ്ട്രക്റ്റ് അങ്ങനെയൊക്കെ ഉള്ളതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യുന്നതെങ്കിൽ, പോയിൻറ്റേഴ്സ് അറേസ് ഒക്കെയാണ് നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും? കോൾ ബൈ റെഫറൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം സാധാ ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ കോൾ ബൈ വാല്യൂ ആണ്. കോൾ ബൈ വാല്യൂ ആണെങ്കിൽ എന്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല? ആക്ച്വല്. കോൾ ബൈ വാല്യൂ എന്ന് വെച്ചാൽ എന്താ? ഫോർമലിൽ വരുന്ന മാറ്റങ്ങളൊന്നും ആക്ച്വലിനെ ബാധിക്കത്തില്ല. കാര്യം ഒരു കോപ്പിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ആക്ച്വലും മാറ്റം വരത്തില്ല. അപ്പം ജാവയിൽ ഒരിക്കലും ബിൽറ്റ് ഇൻ ടൈപ്പ് ആണ് നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിൽ ഒരു മാറ്റവും നമുക്ക് വരുത്താനായിട്ട് പറ്റത്തില്ല. ഇനി C# പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് വേണമെങ്കിൽ റെഫറൻസ് മെത്തേഡ് യൂസ് ചെയ്യാം. റഫ് ഓർ ഔട്ട് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചാൽ, അതൊക്കെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കോൾ ബൈ റെഫറൻസ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കീവേഡ് യൂസ് ചെയ്താൽ മതി? റഫ് അല്ലെങ്കിൽ ഔട്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ജാവയിലും C# ഒക്കെ കോൾ ബൈ ഷെയറിംഗ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് ഓർത്താൽ മതി. ഇനി ക്ലൂ പോലുള്ള ലാംഗ്വേജസിലാണെങ്കിൽ കോൾ ബൈ ഷെയറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ക്ലൂ, ജാവ, C#. ഓക്കെ. അപ്പം കോൾ ബൈ ഷെയറിങ്ങും ഈ കോൾ ബൈ റെഫറൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിക്കും കോൾ ബൈ റെഫറൻസിൽ എന്താ? ഫോമിൽ വരുന്ന എല്ലാ മാറ്റങ്ങളും ആക്ച്വലിനെ ബാധിക്കും, അതാണ് റെഫറൻസ്. വാല്യൂ ആണെങ്കിലോ ഫോമിൽ വരുന്ന മാറ്റങ്ങളൊന്നും ആക്ച്വലിനെ ബാധിക്കത്തില്ല, അതാണ്. അപ്പോൾ ശരിക്കും കോൾ ബൈ റെഫറൻസും കോൾ ബൈ ഷെയറിങ്ങും സെയിം തന്നെയാണ്. രണ്ടിടത്തും ഫോമിൽ വരുന്ന മാറ്റങ്ങൾ ആക്ച്വലിനെ ബാധിക്കും. എങ്കിൽ തന്നെയും കോൾ ബൈ ഷെയറിങ്ങിൽ ഒരിക്കലും ആ റെഫർ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ഐഡൻറ്റിറ്റിയെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി എന്താണ് പർപ്പസ് ഓഫ് കോൾ ബൈ റെഫറൻസ്? എന്തുകൊണ്ടാണ് നമ്മൾ കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസും വരുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ കോൾ ബൈ റെഫറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് എൻ്റെ പർപ്പസ്? ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. പിന്നെ ലാംഗ്വേജ് നമ്മൾ ബോത്ത് കോൾ ബൈ വാല്യൂ റെഫറൻസും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മെയിൻലി നമ്മൾ കോൾ ബൈ റെഫറൻസ് യൂസ് ചെയ്യുന്നത്? അതിന് രണ്ട് പ്രിൻസിപ്പിൾ റീസൺസ് ആണുള്ളത്. ഓക്കെ. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മളിപ്പം ഞാനിപ്പം ഇത് സെൻറ്റൻസായിട്ട് എഴുതിയേക്കൊണ്ട് എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമർ ഒരു പ്രോഗ്രാം എഴുതുക, ഒരു സബ് റൂട്ടീൻ എഴുതി.
സബ് റൂട്ടീൻ എഴുതിയ സമയത്താണ് പ്രോഗ്രാമർക്ക് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം തോന്നുന്നു. കോൾ ബൈ വാല്യൂ വെച്ച് നടക്കുമോ? ഇല്ല. കോൾ ബൈ വാല്യൂവിൽ ഫോമൽ പാരാമീറ്റേഴ്സിൻ്റെ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ കോപ്പി ആയിരിക്കും ഫോമലിലോട്ട് കൊടുക്കുന്നത്. അപ്പം ഫോമലിൽ എന്ത് വരുത്തിയാലും ആക്ച്വലിൽ മാറ്റം വരുമോ? ഇല്ല. അപ്പോൾ പ്രോഗ്രാമർക്ക് ആക്ച്വലിൽ മാറ്റം വരുത്തണമെന്ന് വെച്ചാലും കോൾ ബൈ വാല്യൂവിൽ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് കോൾ ബൈ റെഫറൻസിൽ അങ്ങനല്ല. പ്രോഗ്രാമർക്ക് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഒന്നതാണ്. രണ്ട്, നമുക്കറിയാം കോൾ ബൈ വാല്യൂവിൽ എന്താ ചെയ്യുന്നത്? ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ കോപ്പി എടുത്താണ് ഫോമിലോട്ട് പാസ് ചെയ്യുന്നത്. ഒത്തിരി ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒത്തിരിയും കോപ്പി എടുത്ത് വേണം കൊടുക്കാൻ. സോ ഇതെന്തായിരിക്കും? ടൈം കൺസ്യൂമിങ് ആയിരിക്കും അല്ലേ? മറ്റെടുത്താണെങ്കിൽ ജസ്റ്റ് അഡ്രസ്സ് അങ്ങോട്ട് കൊടുത്താൽ മതി. ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് പാസ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ കോപ്പിയാണ് ഫോമിലോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ടു ലോങ് ആണെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം കൺസ്യൂമിങ് പീരീഡ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ മെയിൻലി കോൾ ബൈ റെഫറൻസ്, പ്രിൻസിപ്പൽ റീസൺ ബിഹൈൻഡ് ദ പർപ്പസ് ഓഫ് എന്താണ് കോൾ ബൈ റെഫറൻസ്. ഓക്കെ. ദെൻ അടുത്തൊരു പാരാമീറ്റർ പാസിംഗ് മോഡാണ് റീഡ് ഓൺലി പാരാമീറ്റർ പാസിംഗ് മോഡ്. ഏതാണ്? റീഡ് ഓൺലി പാരാമീറ്റർ. ടു കമ്പൈൻ ദ എഫിഷ്യൻസി ഓഫ് റെഫറൻസ് പാരാമീറ്റേഴ്സ് ആൻഡ് ദ സേഫ്റ്റി ഓഫ് വാല്യൂ. റെഫറൻസിൻ്റെയും വാല്യൂവിൻ്റെയും കൂടെ എഫിഷ്യൻസി കമ്പൈൻ ചെയ്തുകൊണ്ട് മോഡുല 3 എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ പാസിംഗ് മോഡാണ് മെയിൻലി ഏതാണ്? റീഡ് ഓൺലി പാരാമീറ്റർ. അപ്പോൾ നമ്മൾ ഓർത്തോണം, കോൾ ബൈ വാല്യൂവിൽ പാസ്കലും സിയും പറഞ്ഞു, കോൾ ബൈ റെഫറൻസിൽ ഫോർട്രാൻ പറഞ്ഞു, കോൾ ബൈ ഷെയറിങ്ങിൽ ഏതൊക്കെ പറഞ്ഞു? ജാവ, C#, ക്ലൂ പറഞ്ഞു. ഇപ്പോൾ ദാണ്ട് റീഡ് ഓൺലി പാരാമീറ്റർ. അതേതാണ് വരുന്നത്? റീഡ് ഓൺലി പാരാമീറ്റർ ഏതാ യൂസ് ചെയ്യുന്നത്? മോഡുല 3. അപ്പം എന്താണ് റീഡ് ഓൺലി പാരാമീറ്റർ നമുക്ക് നോക്കാം. റീഡ് ഓൺലി പാരാമീറ്ററിൽ ഇഫ് യു യൂസ് ദ കീവേഡ് റീഡ് ഓൺലി ഇൻ ഫ്രണ്ട് ഓഫ് എ സബ് റൂട്ടീൻ ദെൻ ഇറ്റ് ഈസ് യൂസിങ് റീഡ് ഓൺലി മോഡ്. നമ്മളിപ്പോൾ ഒരു സബ് റൂട്ടീൻ എഴുതുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് റീഡ് ഓൺലി എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് എന്തായിരിക്കും? ആ സബ് റൂട്ടീൻ എന്ത് പാരാമീറ്റർ മോഡായിരിക്കും ഫോളോ ചെയ്യുന്നത്? റീഡ് ഓൺലി പാരാമീറ്റർ മോഡ്. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, VAR എന്നിട്ട് കഴിഞ്ഞാൽ റെഫറൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ C# REF എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റെഫറൻസ് പറ്റും എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സബ് റൂട്ടീൻ എഴുതുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് റീഡ് ഓൺലി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് മോഡായിരിക്കും യൂസ് ചെയ്യുന്നത്? റീഡ് ഓൺലി പാരാമീറ്റർ മോഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ ഇൻ ദാറ്റ് കേസ് ഇറ്റ് വിൽ നെവർ ചേഞ്ച് ദ വാല്യൂസ് ഓഫ് ഫോമൽ പാരാമീറ്റേഴ്സ്. ഇവിടെ നമുക്ക് ഫോമൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ ഡയറക്റ്റായിട്ട് ചെയ്യാം. അതായത് ആക്ച്വൽ പാരാമീറ്ററിനെ എഫക്റ്റ് ചെയ്യാതെ ഫോമൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച്. അപ്പോൾ ഇറ്റ് വിൽ ഇൻ ദാറ്റ് കേസ് ഇറ്റ് വിൽ നെവർ ചേഞ്ച് ദ വാല്യൂസ് ഓഫ് ഫോമൽ പാരാമീറ്റേഴ്സ്. നമ്മൾ ഈ റീഡ് ഓൺലി പാരാമീറ്ററിൽ ഫോമൽ പാരാമീറ്ററിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോമൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂവിനെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു ലോക്കൽ വേരിയബിളിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതൊരു ഫയലിലോട്ടോ ഒക്കെ ആയിരിക്കും റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരണമെങ്കിൽ ഇത് റീഡ് ചെയ്യുന്നത് ആ ഫയലിൽ നിന്നോ അല്ലെങ്കിൽ ആ വാല്യൂ ആ ലോക്കൽ വേരിയബിളിൽ കൊടുത്തേക്കുന്ന ആ വാല്യൂസൊക്കെ ആയിരിക്കും അതിലായിരിക്കും ചേഞ്ചസ് വരുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ഫോമൽ പാരാമീറ്റേഴ്സിൽ ഇവിടെ ചേഞ്ച് വരുത്തേണ്ട ആവശ്യം ഇല്ല. ഓരോന്നും ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം തിയറിയാണ്, നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. Any formal parameter whose declaration is preceded by read only cannot be changed by the called routine. ഇവിടെ ഫോർമൽ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസിനെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ലോക്കൽ വേരിയബിൾസിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫയലിലോട്ടായിരിക്കും വാല്യൂസിനെ കോപ്പി ആയിരിക്കും എടുത്ത് വെക്കുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മൾ ചേഞ്ചസ് എല്ലാം വരുത്തുന്നത്. ഓക്കെ. 2 ടൈപ്പ് റീഡ് ഓൺലി പാരാമീറ്റേഴ്സ് ഉണ്ട്. സ്മോൾ റീഡ് ഓൺലി പാരാമീറ്ററും ലാർജ് റീഡ് ഓൺലി പാരാമീറ്റേഴ്സും. കോൾ ബൈ വാല്യൂ ആണ് എങ്കിൽ സ്മോൾ റീഡ് ഓൺലി പാരാമീറ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അഡ്രസ്സാണ് പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലാർജ് റീഡ് ഓൺലി പാരാമീറ്റേഴ്സ് ആയിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ റീഡ് ഓൺലി പാരാമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട് ബൈ യൂസിങ് ദ കീവേഡ് കോൺസ്റ്റ്. കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് നമ്മൾ സിയിൽ റീഡ് ഓൺലി പാരാമീറ്റർ യൂസ് ചെയ്യാറുണ്ട്. അടുത്തതാണ് പാരാമീറ്റർ പാസിംഗ് മോഡ്സ് ഇൻ അഡ പ്രോഗ്രാമിംഗ്. അഡയുടെ കാര്യം നമ്മൾ ഇത്ര നേരം പറഞ്ഞില്ലല്ലോ. അഡ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള പാരാമീറ്റർ പാസിംഗ് മോഡാണ്. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്.